ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ആവറേജ്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നാ ക്ലാസ്സിലോട്ട് പോയാലോ? ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓഡിബിൾ ആണല്ലോ? ഓക്കെ, ഓഡിബിൾ ആണ്. ഓക്കെ, എന്നാൽ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കായിട്ടുള്ള ആവറേജ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആവറേജിനെ കുറിച്ച് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 25, 27, 28, 26 എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക ഈ ക്വസ്റ്റ്യൻ്റെ ആവറേജ് എത്ര ആണ്? ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്, ഇത് കറക്റ്റായിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആവറേജ് എത്ര എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ നമ്പർ എടുക്കണ്ട. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ആവറേജ് പറഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആൾക്കാരല്ലേ? നമ്പർ ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എത്ര എണ്ണമുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്ര വരും? 25 + 27 + 26. ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. അവസാനത്തെ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 5 + 7 12, 12 + 6 എത്രയാണ്? നമുക്ക് എത്ര കിട്ടുന്നത്? 18 എന്ന് കിട്ടും. 8 ഇവിടെ എഴുതി, 1 ക്യാരി ആയിട്ട് കൊടുത്തു. 2 2 2 3 2 ചേരുമ്പോൾ 6, 6 ഒന്നും കൂടി ചേർന്ന് 78. 78 ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 26 അല്ലേ? അപ്പോൾ 26 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ 25-ൻ്റെയും 27-ൻ്റെയും 26-ൻ്റെയും ആവറേജ് എന്താ വരുന്നത്? 26. അതിനർത്ഥം നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. ഓരോ നമ്പറിനെയും നമുക്ക് 26 26 26 എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് 26 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരെണ്ണം ബാലൻസ് നിൽക്കുന്ന ആ ഒന്നിനെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 26 വരും. ഇവിടെ ഓൾറെഡി ഒന്ന് ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു 26 വന്നു. ഇവിടെ ഓൾറെഡി ഒരു 26 ഉണ്ട്. അപ്പോൾ നമുക്ക് 26 26 26 എന്ന് സെറ്റ് ചെയ്ത് വെച്ചൂടെ? അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ത് തന്നെയാണ് വരുന്നത്? ഇതെന്ന് പറഞ്ഞാൽ 26 + 26 + 26 1 8 ആഡ് ചെയ്ത് നോക്കിയേ. 8 വന്നു, 1 78. 78 ഡിവൈഡ് ബൈ 3 26 തന്നെ ആൻസർ വരുന്നില്ലേ? അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഇടയ്ക്ക് നിൽക്കുന്ന നമ്പർ, ശരാശരി ഒരു നടുക്ക് നിൽക്കുന്ന നമ്പർ എന്ന് തന്നെയാണ് മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലായി. ഇത് ഒരിക്കലും കാണാതെ പഠിക്കരുത്. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ നമുക്ക് അത് മാത്രം യൂസ് ചെയ്താൽ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതും ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ കൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ അടുത്തടുത്തുള്ള നമ്പർ 1 2 3 4 5 ഇതിൻ്റെ ആവറേജ് ഒന്ന് പറഞ്ഞേ. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആൾക്കാരല്ലേ? ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 2 + 1 3, 3 + 3 6, 6 + 4 എത്ര? 10, 10 + 5 15. അപ്പോൾ ആ 15ഉം പിന്നെ എന്ത് ചെയ്യണം? എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 5 ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് എത്ര കിട്ടുന്നത്? 3. ഇപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ 3 എന്ന് പറയുന്ന നമ്പർ ഇവരുടെ നടുക്ക് നിൽക്കുന്ന നമ്പറാണ്. നോക്കിയാൽ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്? ഇവർ കോൺസിക്യൂട്ടീവ് നമ്പറാണ്. കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? അടുത്തടുത്തുള്ള നമ്പറിനെയാണ്. ഒന്ന് ഇടവിട്ട് നോക്കിയേ, അടുത്തടുത്തുള്ള നമ്പർ. 1 കഴിഞ്ഞ ഉടനെ അല്ലേ 2 വരുന്നത്, 2 കഴിഞ്ഞ ഉടനെ അല്ലേ 3 വരുന്നത്. അപ്പോൾ ഒരു പാറ്റേൺ ഉള്ള ആൾക്കാരാണ്. ഇവിടുത്തെ ഡിഫറൻസ് 1, ഇവിടുത്തെ ഡിഫറൻസ് 1, ഇവിടുത്തെ ഡിഫറൻസ് 1, ഇവിടുത്തെ ഡിഫറൻസ് 1 എന്ന് പറഞ്ഞാൽ സെയിം പാറ്റേണിൽ പോകുന്ന ആൾക്കാരെയാണ് കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 5 എണ്ണം ഉണ്ടെങ്കിൽ ഒത്ത നടുക്ക് വരുന്ന ആളായിരിക്കും എന്തെന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്.
പക്ഷേ ഈ 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. 5 എന്ന് പറയുന്നത് ഏതൊക്കെയാ ഓഡ് നമ്പേഴ്സ്? 1 ഒരു ഓഡ് നമ്പറാണ്, 3 ഒരു ഓഡ് നമ്പറാണ്, 5 ഒരു ഓഡ് നമ്പറാണ്, 9 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ 5 ആൾക്കാർ തന്നേക്കുവാണെങ്കിൽ നടുക്കുള്ള ആളായിരിക്കും ആവറേജ്. അതും ഏത് കേസിൽ മാത്രമാണ്? കോൺസിക്യൂട്ടീവ് എന്ന വാക്ക് വരുന്ന ടേമിൽ മാത്രമാണ് നടുക്ക് വരുന്ന ആൾക്കാർ നമുക്ക് എന്തെന്ന് വരുന്ന ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ 5 പേര് വന്നു, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ആൾക്കാരെ തന്നിട്ടുണ്ട്. അവരുടെ ആവറേജ് എന്ന് പറയുന്നത് നടുക്ക് നിൽക്കുന്ന ആൾ. ഓക്കെ, ഇനി അടുത്തത് 9 ആൾക്കാരെ തരുവാണ്. 9 ഒരു ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ നടുക്കുള്ള ആളെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9. അപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും അടുത്തടുത്തുള്ള ചിലപ്പോൾ 11 12 13 14 15 16 ആയിരിക്കും, ചിലപ്പോൾ 17 18 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇതിൻ്റെ ആവറേജ് ഏതായിരിക്കും? 9 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ നടുക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 9 നമ്പറിനെ 2 ഹാഫായിട്ട് എങ്ങനെ ആക്കാൻ പറ്റുന്നേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4ഉം നടുക്ക് ഒരാൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ 5ാമത്തെ നമ്പർ അല്ലേ നടുക്കായിട്ട് വരുന്നത്? ഇവിടെ 1 2 3 4, ഇവിടെ 1 2 3 4. അപ്പം നടുക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 5 വരെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര? 15. ആ 15 പ്ലസ് 6 + 7 നിങ്ങൾക്ക് എത്ര കിട്ടുന്നേ? 6 + 7 ആകുമ്പോൾ നിങ്ങൾക്കൊരു 13 കിട്ടും. ആ 13ഉം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 8 + 9. 8 + 9 എത്ര? 17. അപ്പോൾ 8 + 9 17ഉം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 എന്ന് കിട്ടി. അപ്പോൾ ഈ 30 കൂടെ ചേർന്ന് 45. 45ഉം 9 ആൾക്കാരും ഉണ്ട്. 45 ഡിവൈഡ് ബൈ 9 നിങ്ങൾക്ക് എത്ര? 5 എന്ന് പറയുന്ന ആൻസർ കിട്ടിയില്ലേ? ഇത് നമ്മൾ ചെയ്യാതെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കോൺസിക്യൂട്ടീവ് നമ്പർ ഓഡ് നമ്പർ ഓഫ് ആൾക്കാർ വരുവാണെങ്കിൽ നടുക്കുള്ള ആളാണ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസ് മനസ്സിലായില്ലേ? ഇനി ഇതേപോലെ തന്നെയാണ് ഈവൻ നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് നമ്പർ വരുമ്പോഴും. ഇപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 4 6 8 10 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഈവൻ നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവാണ് ഞാനിപ്പോൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പറിൻ്റെ കോൺസിക്യൂട്ടീവ് എന്ന് പറയാൻ കാരണം എന്ത്? ഇവർ തമ്മിലുള്ള വ്യത്യാസം 2, ഇവർ തമ്മിലുള്ള വ്യത്യാസം 2, ഇവർ തമ്മിലുള്ള വ്യത്യാസം 2, ഇവർ തമ്മിലുള്ള വ്യത്യാസം 2. ഇവിടെ ഇപ്പോൾ എത്ര പേരുണ്ട്? 1 2 3 4 5. 5 പേരുണ്ടെങ്കിൽ ഇവരുടെ ആവറേജ് എന്ന് പറയുന്ന നടുക്കത്തെ ആൾ തന്നെയാണ് ആവറേജ് ഈവൻ നമ്പേഴ്സിന്. ഓക്കെ, നോക്കിയേ എത്ര ഈവൻ നമ്പർ ആണെന്നും ഉള്ളൂ, പക്ഷേ ഓഡ് നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. 1 2 3 4 5. 5 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ അത്രയും ആൾക്കാർ വരുവാണെങ്കിൽ, അതും കോൺസിക്യൂട്ടീവിൻ്റെ കേസിൽ വരുവാണെങ്കിൽ നടുക്ക് നിൽക്കുന്ന ആളാണ് ആവറേജ്. സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കേ, 6 + 4 10, 10 + 2 + 8 10, 20 20 30. അപ്പോൾ 30 വന്നു. 30 ഡിവൈഡ് ബൈ 5. 5 ആൾക്കാരില്ലേ? അപ്പം നമ്മുടെ 6 അല്ലേ ആൻസർ വരുന്നത്? പെട്ടെന്ന് നമ്മൾ നേരത്തെ ആ കാണുന്നതിന് മുമ്പ് എഴുതിയില്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറോ ഹോൾ നമ്പറോ എന്ത് വന്നാലും, അതേപോലെ തന്നെ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ വന്നാലും, അതേപോലെ തന്നെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ വന്നാലും ഇത് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഡ് നമ്പർ 1, അടുത്ത ഓഡ് നമ്പർ 3, അടുത്തത് 5, അടുത്തത് 7, അടുത്തത് 9. ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 5 പേര് എന്ന് പറയുന്ന ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ആൾക്കാർ കോൺസിക്യൂട്ടീവായിട്ട് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന ആൾ തന്നെയാണ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 3 4, 4 + 5 9, 9 + 9 18, 18 + 7 എത്ര? 25. 25 ഡിവൈഡഡ് ബൈ 5 ആൻസർ എത്ര? 5 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ 5 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? കോൺസിക്യൂട്ടീവായിട്ട് ഏതൊരു നമ്പർ വന്നാലും അത് ഓഡ് നമ്പർ ഓഫ് ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന ആളാണ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. ഇനി ഈ സെയിം കേസ് തന്നെ ഇപ്പോൾ ഈവൻ നമ്പർ ഓഫ് ആൾക്കാർ വരുന്ന കേസും ഉണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ 1 2 3 4 5 വരെ എടുത്തുള്ളൂ. ഇനി ഒരു 6 എടുക്കുകയാണെങ്കിൽ 6 ആൾക്കാരുണ്ട്. 6 എന്ന് പറയുന്ന ഒരു ഓഡല്ല, ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഈ 15 വരെ നമ്മുടെ സമ്മ് 15 5 വരെ ആണെങ്കിൽ ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. ഇപ്പോൾ ഇനി ഒരു 6 കൂടെ ആഡ് ചെയ്താൽ പോരെ? 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 21 ആണ്. 21 ഡിവൈഡ് ബൈ 6 ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 7ഉം ഇവിടെ ഒരു 2ഉം വരും.
എന്ന് പറഞ്ഞാൽ 7/2 എന്ന് പറഞ്ഞാൽ എത്ര? 3.5. 3.5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വാല്യൂ ആണ്, 3ന്റെ 4ന്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അതിനർത്ഥം ഇപ്പൊ ഈവൻ നമ്പർ ഓഫ് ആൾക്കാർ കോൺസിക്യൂട്ടീവിലായിട്ട് ഇരിക്കുവാണെങ്കിൽ ചെയ്യേണ്ട എന്താണ്? നടുക്കെന്ന് പറയാൻ ഒരാൾ വരത്തില്ല, 2 പേരാണ് നടുക്ക് വരുന്നത്. ഈ 2 പേരെ നടുക്കെടുത്താലല്ലേ ഇങ്ങോട്ട് 2ഉം ഇങ്ങോട്ട് 2ഉം ഈക്വൽ നമ്പർ ഓഫ് ആൾക്കാരായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂ. അവരുടെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം ആണ് നടുക്കിരിക്കുന്ന നമ്പർ. 3ന്റെയും 4ന്റെയും ആവറേജ് എത്ര? 3 + 4 7. 7 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ആൾക്കാർ 2 പേരല്ലേ ഉള്ളൂ, 2. 7/2 3.5. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. ഇപ്പോൾ 1 2 3 4 5 6 7 8 വരുവാണ്. അപ്പോൾ 6 വരെ നമുക്ക് 21 അറിയാം. 21 പിന്നെ 7 കൂടെ ആകുമ്പോൾ 28. 28 8 കൂടെ ആകുമ്പോൾ 36. 36 ഡിവൈഡ് ബൈ 8. 36 ഡിവൈഡ് ബൈ 8 അല്ലേ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. 8 നമ്പർ ഓഫ് ആൾക്കാരുണ്ട്, നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യുവാണ്. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 9 വരും, ഇവിടെ ഒരു 2 വരും. 9 ഡിവൈഡ് ബൈ 2 4.5. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ 4.5 ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 8 ആൾക്കാരുണ്ട്. 8 ആൾക്കാരാവുമ്പോൾ ഒത്ത് നടുക്കുള്ള 2 പേര് നമുക്ക് വരും. എന്നാലേ ഇങ്ങോട്ട് 3ഉം ഇങ്ങോട്ട് 3ഉം ഈക്വൽ നമ്പർ ഓഫ് ആൾക്കാരായിട്ട് വരത്തുള്ളൂ. അപ്പോൾ 5 + 4 9. 9 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4.5 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ആൾക്കാരുള്ള കേസിലാണെങ്കിൽ 2 പേര് നടുക്ക് വരും, അവരുടെ ആവറേജ് ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഓഡ് നമ്പർ ആണെങ്കിലോ നടുക്ക് വരുന്ന ആൾ തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ആയിട്ട് വരും. ഇതെല്ലാം ഏത് കേസിൽ മാത്രമാണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുന്ന കേസിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. The average of 5 consecutive even numbers is 40. അപ്പോൾ 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഉണ്ട്, അതിൻ്റെ ആവറേജ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് അമംഗ് ദ നമ്പർ, ഇത് ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? അപ്പോൾ ഞാനൊക്കെ പരീക്ഷയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ ടിക്കിന് അങ്ങ് ആൻസർ ഇട്ട് പോവും. ഏതാ പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ ഏത് നമ്പറാണ് നമുക്ക് വരുന്നത്? 36 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കിയേ. 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഉണ്ട്. 1 2 3 4 5 ആൾക്കാരുണ്ട്. അതിൽ 40 എന്ന് പറയുന്നതാണ്, അത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആണ്. 40 ആണ് അതിൻ്റെ ആവറേജ്. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്തടുത്തുള്ള ഈവൻ നമ്പർ ആണ്. 40 ആവറേജ് 5 പേരുണ്ട്. 40 ആവറേജും 5 പേരും എന്ന് പറയുമ്പോൾ ഈ 40 എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആകുമ്പോൾ 40 നടുക്കാണെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ആൾ 42ഉം ഇവിടെ ഒരു 44ഉമാണ്. 2ന്റെ വ്യത്യാസം വരും കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആയതുകൊണ്ട്. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ വന്നാലും ഓഡ് നമ്പർ വന്നാലും 2ന്റെ വ്യത്യാസമുണ്ട്. ഇനി അപ്പോൾ ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 കുറവായിരിക്കും, 38 ആയിരിക്കും. ഇങ്ങോട്ടുള്ളത് 2 കുറവ് 36. ആൻസർ എത്ര? 36. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയേ, 40 ആവറേജ് ആണെങ്കിൽ അതേ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 40 കുറവായിരിക്കും. എന്തായാലും ഇതും വരത്തില്ല, ഇതും വരത്തില്ല. പിന്നെ വരാൻ സാധ്യതയുള്ള 35 36. 35 എന്തായാലും വരത്തില്ല. കാരണം എന്താ? കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആണ്. 35 ഒരു ഈവൻ നമ്പർ അല്ല. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയ്തില്ലല്ലോ. ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നമ്പർ ഇസ് 10. വിച്ച് വിൽ ബി ദ മിഡിൽ നമ്പർ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 കോൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. അതിൻ്റെ നടുക്കുള്ള നമ്പറാണ് 10. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആവറേജ് എത്ര? 10 തന്നെയല്ലേ? എങ്ങനെയാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്. നടുക്കുള്ള നമ്പറാണ് വരുന്നത്. കാരണം 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ആണ്, 5 കോൺസിക്യൂട്ടീവ് നമ്പർ ആണ്. അപ്പോൾ 1 2 3 4 5 5 ആണെങ്കിൽ നടുക്കുള്ള നമ്പറാണ് 10 എന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 5 പേര് വരുമ്പോൾ നടുക്കുള്ള ആളെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓഡ് നമ്പർ ഓഫ് കേസസ് വരുമ്പോൾ നടുക്കുള്ള ആൾ ആവറേജ്. അപ്പം നടുക്കുള്ള ആൾ 10 എന്ന് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 10 നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് എന്നാൽ ഇവിടെ തൊട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നേരത്തെ പഠിച്ച കൺസെപ്റ്റിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിനെയും ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. 50 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് വേണം. ഓക്കെ, 50 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ 1 + 2 + 3 + 4 കൂട്ടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, 50 വരെയുള്ളത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ
ചെറുതിലത്തെ ക്ലാസ്സിൽ AP-GP എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. AP എന്ന് വെച്ചാൽ എന്താണ്? അരിത്തമാറ്റിക് പ്രോഗ്രഷനാണ്. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്ന നമ്പേഴ്സിനെ നമുക്ക് AP യൂസ് ചെയ്ത് സമ്മും ആവറേജും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ AP എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 50 വരെയുള്ള ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫറൻസ് 1, 2, 3, 4, 5, 6, 7, 8, 50 വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മൾ ഡിഫറൻസ് 1 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് വരുന്നുണ്ട്. അതെന്താണ്? 1 ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോമൺ ഡിഫറൻസ് വരുന്ന കേസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സമ്മ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/2 2a + n-1d എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, n/2 2a + n-1d ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൾക്കാരാണ്. ഇനി a എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ. ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാ? 1 ആണ് ഫസ്റ്റ് നമ്പർ. 1 ഫസ്റ്റ് നമ്പർ. ഇനി അടുത്തത് d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? 1 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക ചെയ്യാം. അല്ലെങ്കിൽ തന്നെ വേറൊരു സമ്മിൻ്റെ ഇക്വേഷനും കൂടെ ഉണ്ട്. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും നമ്മളൊക്കെ അറിയാമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ പ്ലസ് ഫസ്റ്റ് നമ്പർ l+a ഡിവൈഡഡ് ബൈ n/2 ഡിവൈഡഡ് ബൈ n/2 അല്ല, l+a × n/2 ആണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൾക്കാർ 50 പേരുണ്ട്. 50 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ a 1 ആണ്. 2 × 1 പ്ലസ് n-1d. n-1d എന്ന് പറഞ്ഞാൽ 50 - 1 49. d എന്ന് പറഞ്ഞാൽ 1. നമുക്ക് കിട്ടുന്നത് 50 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 + 49 എത്രയാണ്? 51. ഇതുകൂടെ ക്യാൻസൽ ചെയ്തു. നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം 25. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ സം 25 × 51 ആണ്. ഓക്കെ, ഇത്രയും കിട്ടി. നമുക്കിനി വേണ്ടത് സമ്മ് മാത്രമാണോ? സമ്മല്ല. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സം 25 × 51 ആണ്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഒരു 50 കൂടെ വരും. എന്ന് പറയുമ്പോൾ ഇതിനോട് ക്യാൻസൽ ചെയ്ത് 2 വന്നു. 51 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 25.5 എന്ന് വരത്തില്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഇത് യൂസ് ചെയ്ത് സമ്മ് കണ്ടുപിടിച്ചേ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താണെങ്കിലോ Sn = a എന്ന് പറയുന്നത് 1 ആണ്. ലാസ്റ്റ് നമ്പർ 50 ആണ്. ഇൻറ്റു n/2 50 ആണ്. n 50 ആണ്. 2 താഴെ വന്നു. അപ്പം നമുക്ക് കിട്ടുന്ന 51 × 25 എന്ന് നമുക്ക് കിട്ടും. അതാണ് സമ്മ്. അതേ ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്നത് 50 വരും. അപ്പം നമുക്ക് കിട്ടുന്നത് 51 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇതൊന്ന് എഴുതി എടുത്തോളാം, ഞാൻ ക്ലിയർ ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഏതൊക്കെയാണ്? Sn = a + 2a + n-1d എന്നിട്ട് അത് ഇൻറ്റു n/2 ഉണ്ട്. ഇനി അടുത്ത ഇക്വേഷൻ Sn = a + l ഇൻറ്റു n/2. ഇതടുത്ത ഇക്വേഷൻ. ഇനി ചില കേസിൽ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടെ ഉണ്ട്. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഓക്കെ, അപ്പോൾ ഈ എന്നിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട സാഹചര്യം നമുക്കിപ്പോഴില്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ 1 + 1, 2, 3, 4, 5, 50 വരെയാണ്. അവിടെ n എന്ന് പറഞ്ഞാൽ 50 ആൾക്കാരുണ്ടെന്ന് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇക്വേഷൻ വെച്ചും ചെയ്യാം. 50 - 1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് 1 അല്ലേ? എല്ലാത്തും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 1 +1 എന്ന് പറഞ്ഞാൽ 50 - 1 49, 49 + 1 50 തന്നെ വരും. ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലതിൽ 2, 4, 6
8 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നേക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്പർ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 100 എന്ന് തരും. ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ കണ്ടുപിടിക്കേണ്ട രീതി എന്താ? n = ലാസ്റ്റ് നമ്പർ 100 മൈനസ് ഫസ്റ്റ് നമ്പർ 2 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്ര? 2. ഇവിടെ 2 അല്ലേ, അപ്പോൾ ഇവിടെ 2 + 1. 100 - 2 എന്ന് പറഞ്ഞാൽ 98. 98 ഡിവൈഡഡ് ബൈ 2. 98 ഡിവൈഡ് ബൈ 2 ആകുമ്പോൾ 49. 49 + 1 50 ആൾക്കാരുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടായിരുന്നു? ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ദിശ അക്കാഡമിയിൽ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഓർഡറിന് പഠിച്ചു പോകാനാണ് ഇഷ്ടമെങ്കിൽ കോഴ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ദിശ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കോഴ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇത്രയാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ CGL തന്നെ ഒരുപാട് കോഴ്സ് ഇപ്പോൾ ഉണ്ട്. ALPയുടെ കോഴ്സസ് ഉണ്ട്, NTPCയുടെ കോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് SSC MTSൻ്റെ കോഴ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. MTSൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നേരത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർഡറിന് പഠിച്ചു പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 8. ആദ്യത്തെ 20 മൾട്ടിപ്പിൾസ് ഓഫ് 8ൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഇത് പോസിബിൾ ആണോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് 8 എന്ന് പറഞ്ഞു, 16 എന്ന് പറഞ്ഞു, 24 അടുത്ത മൾട്ടിപ്പിൾ, 32 അടുത്ത മൾട്ടിപ്പിൾ. അതെന്ന് പറഞ്ഞാൽ 20 വരെയുള്ള മൾട്ടിപ്പിൾ. 20 × 8 എന്ന് പറഞ്ഞാൽ 160. ഇത്രയും നമ്പേഴ്സിൻ്റെ സം എടുത്തിട്ട് ഡിവൈഡ് ബൈ എത്ര ആൾക്കാരുണ്ട്? 20 ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇത് വേണമെങ്കിൽ നമുക്ക് AP വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ AP വെച്ച് ചെയ്യാൻ പറ്റുന്ന 2 രീതിയിൽ ചെയ്യാം. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എല്ലാത്തുനിന്നും നമുക്കൊരു 8നെ അങ്ങ് കോമൺ എടുക്കാം. 8നെ കോമൺ എടുക്കുമ്പോൾ 1 + 2 + 24. 24ന് നമുക്ക് എങ്ങനെ എഴുതാം? 3 വരും. എന്ന് പറഞ്ഞാൽ ഈ 8 × 1 ആണ്, ഇത് 8 × 2 ആണ്, ഇത് 8 × 3 ആണ്. എല്ലാത്തുനിന്നും 8 കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1, 2, 3, 4, 5 അപ് ടു 20 വരെ ഉണ്ട്. നമുക്ക് 20 വരെ ഉണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 8 ചെയ്താലും മതി. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ ഇക്വേഷൻ ലാസ്റ്റ് നമ്പർ പ്ലസ് ഫസ്റ്റ് നമ്പർ 21 ഇൻറ്റു n/2. n 20 ആണ്, ഡിവൈഡ് ബൈ 2. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 10 വന്നു. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 210 × 8. നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യത്തെ 20 മൾട്ടിപ്പിൾസ് ആണ്. സമ്മ് നമുക്ക് ഇത്രയെന്ന് കിട്ടി. ആവറേജ് എന്ന് പറയുമ്പോൾ 210 × 8 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20 എന്ന് വരും. ഇതും കൂടെ ക്യാൻസൽ, ഇവിടെ ഒരു 4 വന്നു. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 84. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് 20 മൾട്ടിപ്പിൾ ഓഫ് 8 എന്നറിയാം. ഫസ്റ്റ് നമ്പർ 8, അവസാനത്തെ നമ്പർ 160 എന്നറിയാം. അത് വെച്ചിട്ട് വേണമെങ്കിൽ AP വെച്ച് ചെയ്യാം. നമുക്ക് 84 എന്ന് ആൻസർ വരുമോ എന്ന് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ 8 ആണെന്നും അറിയാം, അവസാനത്തെ നമ്പർ 160 ആണെന്നറിയാം. സം അപ്പം എന്ത് വരും? A + L ഇൻറ്റു n/2 എന്ന് പറഞ്ഞാൽ A + L എന്ന് പറഞ്ഞാൽ 160 8 കൂടെ ആവുമ്പോൾ 168 ഇൻറ്റു n 20 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 ഡിവൈഡ് ബൈ 2 എത്ര? 10. അപ്പം നമുക്ക് കിട്ടുന്നത് 1680 സമ്മ് കിട്ടും. ഇനി നമ്പർ ഓഫ് ആൾക്കാർ 20. അപ്പോൾ ആവറേജ് = 1680 ഡിവൈഡ് ബൈ 20. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. ഇതും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 84. കിട്ടിയല്ലോ. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. 2 രീതിയിലും ചെയ്യാം. ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 7 കോമൺ എടുത്തു. 1 2 3 4 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 20 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 7 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പറും ഉണ്ട്. അപ്പോൾ എത്രയാണ്? 20 + 1 21 എന്ന് വരും. 21 ഇൻറ്റു n/2. n എന്ന് പറയുന്നത് 20 ആണെന്നറിയാം. 20 ഡിവൈഡ് ബൈ 2 10 കിട്ടി. അപ്പോൾ 210 ഇൻറ്റു 7 സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആൾക്കാർ 20. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 147 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 73.5. ഓപ്ഷൻ C നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഇനി പെട്ടെന്ന് ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ആവറേജ് ഓഫ് ഫസ്റ്റ് 30 മൾട്ടിപ്പിൾസ് ഓഫ് 9. ഫസ്റ്റ് 30 മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 30 കോമൺ എടുത്തു, 1 2 3 4 30 അല്ല 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പോൾ 9ഉം 18ഉം 27ഉം ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് 270 വരെ. 9 × 30 ആകുമ്പോൾ 270 അല്ലേ. അപ്പോൾ ഇവിടുന്ന് 9 കോമൺ എടുക്കുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് 30 വരെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറുമാണ്. സം എന്ന് പറയുന്നത് 9 × 30 + 1 31 a + l × n/2 ഇൻറ്റു n എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 2 15. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 × 31 × 15 ഡിവൈഡഡ് ബൈ ആവറേജ് എന്ന് പറയുമ്പോൾ സം ഡിവൈഡഡ് ബൈ നമ്പർ 30 2. അപ്പം 31 × 9 എന്ന് പറഞ്ഞാൽ 279 ഡിവൈഡ് ബൈ 2 139.5. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. ഇതുവരെയുള്ള കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വരിക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മളിന്ന് AP പഠിച്ചു, അതേപോലെ തന്നെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ബാക്കിയുള്ള കൺസെപ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. വെയിറ്റേജ് നോക്കുമ്പോൾ ആവറേജ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.